ചിലപ്പോൾ ആശങ്കയുള്ള ഒരു വാർത്തയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ജാഗ്രത മതി. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പകർച്ചപ്പനിയിൽ വിറച്ച് സംസ്ഥാനം. ഒരു മാസത്തിനിടെ 2 ലക്ഷത്തോളം പേർക്കാണ് പകർച്ചപ്പനി ബാധിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും ഇടവിട്ടുള്ള മഴയുമാണ് പകർച്ചപ്പനിക്ക് കാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് തീരുമാനം. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, ഇപ്പോൾ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇത്രയും അധികം പനി ചെറിയ കാര്യമല്ല, പകർച്ചപ്പനി ഇങ്ങനെ കൂടുന്നുണ്ട്. ഓരോ വീട്ടിൽ നോക്കിയാലും ഇപ്പോൾ ഒരു പനിക്കാരെ കാണാൻ പറ്റും. ഒരാൾക്ക് പിടിപെട്ടാൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും പനി കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ ഒരു 6-7 ദിവസം കഴിഞ്ഞ് ഇവരൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാനും പറ്റുന്നുള്ളൂ. പകർച്ചപ്പനി ഇങ്ങനെ കൂടുന്നുണ്ട് അല്ലേ സാന്ത്വന? ആശങ്കയുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ ചർച്ച ചെയ്തത് സംസ്ഥാനത്ത് ചൂട് കൂടുന്നു എന്നായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ പനിച്ചൂടിൽ കേരളം വിറയ്ക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായി വരും. കാരണം 2026 തുടങ്ങി ജനുവരി 1 മുതൽ 29 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾക്കാണ് സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിച്ചിരിക്കുന്നത്. 1,95,865 പേരാണ് ജനുവരി 29 വരെ പകർച്ചപ്പനിയെ തുടർന്ന് സംസ്ഥാനത്ത് ചികിത്സ തേടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. വലിയൊരു കണക്കാണ് അരുൺ. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. നമ്മൾ ജാഗ്രത പാലിച്ചാൽ മതി എന്നുകൂടി ആരോഗ്യവകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ ആരോഗ്യ വിദഗ്ധരോടൊക്കെ തന്നെയും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം, ഇടവിട്ടുള്ള മഴ, അതുപോലെ തന്നെ ചൂട്, പിന്നെ ഈ മാലിന്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ പകർച്ചപ്പനി വ്യാപകമായി ബാധിക്കാനുള്ള ഒരു കാരണമായി എല്ലാവരും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യ വിഭാഗവും ഒക്കെ ചേർന്നുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതത് ഇടങ്ങളിൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി എങ്ങനെ ഈ പകർച്ചപ്പനിയെ തടയാം എന്നുള്ള ഒരു പ്ലാൻ തന്നെ നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായുള്ള ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ, ഡ്രൈ ഡേ ആചരണങ്ങൾ, ഈ കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഡ്രൈ ഡേ ആചരിച്ച് കൃത്യമായ രീതിയിൽ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിലടക്കം ഒരു പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് ഈ പകർച്ചപ്പനിയെ തടയാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് തദ്ദേശ വകുപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു സാധാരണ പനിക്കപ്പുറം ഏതെങ്കിലും ഇപ്പോൾ ഡെങ്കിപ്പനിയോ എലിപ്പനിയോ ഒക്കെ ആണോ എന്ന തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിനാവശ്യമായ ചികിത്സ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആരോഗ്യ വകുപ്പും ഉള്ളത്. എന്തായാലും കണക്കുകൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആശങ്ക മാത്രമല്ല നമുക്ക് വേണ്ടത്, കൃത്യമായ ജാഗ്രതയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും. ഈ ഡ്രൈ ഡേ ഒക്കെ നമുക്കറിയാം, നമ്മൾ വീടുകളിൽ തന്നെ ആചരിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നമുക്ക് തന്നെ ഈ ഉറവിട മാലിന്യ സംസ്കരണവും ഒക്കെ കൃത്യമായി നടത്തുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മളെ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുജനങ്ങൾ കൂടി മുൻകൈയെടുത്ത ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അത്തരം പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു സാന്ത്വനയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശുപത്രിയിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്കുമായിട്ട് തന്നെ പോവുക. കാര്യം ഇത് പകർച്ചപ്പനി അത് പടർന്നു പിടിക്കാനുള്ള പല വഴികളുണ്ട്. അപ്പോൾ ആ വഴികളെല്ലാം അടയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ നല്ല ആവിയൊക്കെ പിടിച്ചിരിക്കുക. ഏതെങ്കിലും തരത്തിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതിരിക്കുക, ഡോക്ടറെ ഒന്ന് കാണുക. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ട കേസായിരിക്കും. അനാവശ്യമായി ആൻറ്റിബയോട്ടിക്സ് എടുക്കാനും നിൽക്കരുത്. പിന്നെ പെട്ടെന്ന് പനി വന്നു കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു 2 പാരസിറ്റമോൾ, 2 സിട്രസിൻ, 2 ഡോളോ വേണ്ട. സ്വയം ചികിത്സ വേണ്ട. നിങ്ങൾ ഡോക്ടറെ കണ്ടു മാത്രം ചികിത്സിക്കുക എന്നുള്ളതാണ്. ഏതുതരം പനിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത സാഹചര്യമുണ്ട്. പകർച്ചപ്പനി കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മാസത്തിനിടെ 2 ലക്ഷം പേർക്കാണ് പകർച്ചപ്പനി ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്തും ഒക്കെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചു വരിക.